ഈ ശംഭുവിനെ ഇങ്ങനെ വിട്ടാ മതിയോ? ഇവിടെ അമ്മ ഇങ്ങനെ കിടക്കുമ്പോ ജാനകി ഇവനെ കൂടി എങ്ങനെ നോക്കും? നമുക്ക് അവനെ അങ്ങ് കൊണ്ടുപോയാലോ? അതേതായാലും നന്നായി. അവനെന്തായാലും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. അവനും ഒരു മാറ്റമാകും. എനിക്ക് അമ്മയെ നന്നായിട്ട് നോക്കാനും പറ്റുമല്ലോ. ദേ അമ്മ കടന്ന് വിളിക്കുന്നു, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. എനിക്കിവിടെ ഒരു കടക്കാരനൊന്നും തരത്തുമില്ല, ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ പറ്റുകാരനാവും? കൃഷ്ണേട്ട പോയി പണി നോക്ക്. എന്താ രാധാകൃഷ്ണ, എന്താ സംഭവം? അത് വലിയേട്ടാ, ഇയാടെ കടയിൽ നിന്ന് ഞാൻ എന്തോ സാധനം വാങ്ങിയെന്ന് ഇപ്പൊ പറയുന്നു കാശ് കൊടുക്കണമെന്ന്. നീ മിണ്ടരുത്. രാധാകൃഷ്ണൻ പറയട്ടെ, എന്താ? കടയിൽ കയറി പല സാധനങ്ങളും വാങ്ങും, കൊടുത്തില്ലെങ്കിൽ കൈയിട്ടെടുക്കും. പൈസ ചോദിക്കുമ്പോ കൊച്ചേട്ടനോ വലിയേട്ടനോ തരുന്നു പറയും. ഞാൻ ആരെയും കടയിൽ കയറി ഒന്നും വാങ്ങാറുമില്ല, അവരോട് ചോദിച്ചാൽ തരാറുമില്ല. എന്നിട്ടാ പറ്റു കൊടുക്കാൻ പറയുന്നത്. ഇല്ല ഏട്ടാ, ഞാനൊന്നും വാങ്ങിയിട്ടില്ല, മഹാദേവനാണ് സത്യം. ശംഭു, എന്താ മോനെ പറ്റിയത്? ഞാനൊന്നും വാങ്ങിയിട്ടില്ല ചേച്ചി. ഇനി പറഞ്ഞ അധികം വഷളാക്കണ്ട. എന്താന്ന് വെച്ചാ ഞങ്ങള് ചെയ്യാം. വട്ടില്ലാത്തവനെ വട്ടനാക്കുന്നതേ സ്വന്തം പേടി മാറ്റാനാണെന്ന് ഇവിടെ ആർക്കറിയാൻ പാടില്ലാത്തത്? പാരമ്പര്യം പോലും പാരമ്പര്യം. അല്ലെങ്കിലുവേ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും. കണ്ട് രസിച്ചു എല്ലാരും കൂടെ. രണ്ടുപേരോട് കൂടെ ഈ പറഞ്ഞത്. മനുഷ്യന്റെ സൗര്യം കെടുത്താൻ വന്നോളൂ ഓരോന്ന്. നീ പോയി ആ പേഴ്സും കിടക്ക്. അനിയൻ ഉണ്ടാക്കി വെക്കുന്നൊക്കെ തീർക്കാൻ നടക്കല്ലേ? സാറന്മാരെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് തോന്നിയാലും വേണ്ടില്ല, ഞാൻ പറയാനുള്ളത് പറയാ. അനിയനെ ഇങ്ങനെ ഇവിടെ നിർത്തിയല്ലേ നാട്ടുകാരെ അനിയൻ കൈവയ്ക്കും. നിങ്ങളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരല്ലേ, അതിനു മുമ്പ് അനിയനെ വല്ല ഊളംപാറ കുതിരോട്ടത്തെ കൊണ്ടു നോക്കണം. ചുമ്മാതെ ഏട്ടന്മാരെ, ഈ കൃഷ്ണേട്ടൻ വെറുതെ പറയുന്നതാ, നുണയാ. ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. നീ മിണ്ടരുത്, അകത്ത് പോ, അല്ലെങ്കിൽ നിന്നെ കൂടി ഞാൻ ചങ്ങലിടും.